കേരളത്തിൽ LDF കണക്ക് കൂട്ടുന്നത് ചുരുങ്ങിയത് 10 മുതൽ 12 വരെ സീറ്റുകൾ തങ്ങൾക്കൊപ്പം പോരുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ രീതിയിൽ LDFന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കണക്കായിരിക്കും. അത് ഗ്രൗണ്ട് റിയാലിറ്റി ആണോ എന്ന് നമുക്കറിയില്ല. നമുക്കിപ്പം ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ 20 മണ്ഡലങ്ങളിൽ 12 സീറ്റുകളും തങ്ങൾക്കൊപ്പം പോരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി? കാരണം ഈ 5ഉം 6ഉം ഒക്കെ സാധാരണ രീതിയിൽ നിരീക്ഷകരൊക്കെ പറയുമ്പോൾ, നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ പറയുമ്പോൾ 12ന്റെ കണക്കിലേക്കാണ് LDF എത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് LDF കണക്ക് കൂട്ടുന്ന ആ 12 സീറ്റുകൾ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെരി ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. LDF 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് അതിജീവിച്ച് സാമാന്യം മെച്ചപ്പെട്ട ഒരു സീറ്റ് നിലയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നത്. 2019 ആലപ്പുഴ സീറ്റ് മാത്രമാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ 8 മുതൽ 12 സീറ്റുകൾ വരെ നേടുമെന്ന കണക്കാണ് ബൂത്ത് തലം വരെയുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മൊത്തം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രതീക്ഷ. അതിൽ ഒന്നാമതായി ജയിക്കുമെന്ന് CPM കരുതുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞാൽ പിന്നീട് പത്തനംതിട്ടയും വിജയിക്കുമെന്ന് CPM-ഉം LDF-ഉം പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി മണ്ഡലമാണ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലം. ഇടുക്കി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് ഉറപ്പായി വിജയിക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ മാവേലിക്കരയിലും വിജയപ്രതീക്ഷയാണ് CPM LDF-ഉം വെച്ച് പുലർത്തുന്നത്. തൃശ്ശൂർ സീറ്റിൽ, അതായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന BJP ജയിക്കുമെന്ന് അവകാശപ്പെടുന്ന സീറ്റിലും വിജയം പ്രതീക്ഷയാണ് LDF-നും CPM-ഉം പ്രകടിപ്പിക്കുന്നത്. പിന്നീട് ആലത്തൂർ, അതായത് കേരളത്തിലെ ഏറ്റവും ജനകീയനായ മന്ത്രി, ഏറ്റവും ജനകീയനായ CPM നേതാവ് K രാധാകൃഷ്ണൻ മത്സരിക്കുന്ന ആലത്തൂരിൽ വിജയം ഉറപ്പിക്കുന്നു CPM. പാലക്കാട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെയും വിജയം പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും വയനാടും മാറ്റി നിർത്തിയാൽ ബാക്കി വടക്കൻ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളും ജയിക്കുമെന്നാണ് CPM കരുതുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കണക്കാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു പൊതുതരംഗം, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പൊതുതരംഗം സംസ്ഥാനത്ത് വീശിയടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വിജയക്കണക്ക് തെറ്റായി പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം 2019 തെരഞ്ഞെടുപ്പിലും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഫലം വരുന്നവരെ CPM-ഉം LDF-ഉം നിലയുറപ്പിച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒറ്റ സീറ്റ് മാത്രമാണ് ജയിച്ചത്. ഇത്തവണ ആലപ്പുഴയും തിരുവനന്തപുരവും ജയിക്കുമെന്നാണ് ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികൾ CPM നേതൃത്വം നൽകിയ കണക്കെങ്കിലും ഈ കണക്ക് CPM നേതൃത്വം നിരാകരിച്ചിട്ടുണ്ട്. 27,000-ൽ പരം വോട്ടുകൾക്ക് AM ആരിഫ് വിജയിക്കുമെന്നാണ് ആലപ്പുഴയിൽ CPM നൽകിയിരിക്കുന്ന കണക്ക്. എന്നാൽ അത് സംസ്ഥാന നേതൃത്വം കണക്കിലെടുക്കുന്നില്ല. തിരുവനന്തപുരത്തും വിജയിക്കുമെന്നൊരു കണക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അവിടെയും ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ല. എന്തായാലും പൊതുവിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതിന് കാരണം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ വരാം. നമ്മുടെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കണക്കുകൾ ആദ്യം ഒന്ന് പറഞ്ഞു പോകാം. ഇനി നമുക്ക് പിയ പ്രവീണയിലേക്ക് ഒന്ന് പോകാം. പിയ പ്രവീണ, നിലവിൽ എല്ലാവരുടെയും ചോദ്യം ഇതാണ്. 2020 എന്ന് UDF ആത്മവിശ്വാസം പുലർത്തുമ്പോഴും ഉള്ളിൽ പറയുന്നത് 20-ൽ 14, 20-ൽ 16 എന്നൊക്കെയാണെന്ന് കേൾക്കുന്നു. യഥാർത്ഥത്തിൽ UDF പറയുന്ന കണക്ക് എത്രയാണ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. 20-ൽ 20 പറയുന്നുണ്ടെങ്കിലും അവസാനവട്ട അവലോകനം കഴിയുമ്പോൾ 6 സീറ്റുകളിൽ കടുത്ത മത്സരം നേരിട്ടു എന്നുള്ളതാണ്. ഇതിൽ 3 സീറ്റുകൾ ഒരു ചോദ്യചിഹ്നത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. ഈ 6 സീറ്റുകൾ എന്ന് പറയുന്നത് CPM-ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാമത്തെ സീറ്റായ ആറ്റിങ്ങൽ, അത് UDF-നും വലിയ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആറ്റിങ്ങൽ, അതുപോലെ തന്നെ മാവേലിക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കണ്ണൂർ, ഈ 6 മണ്ഡലങ്ങളിൽ നല്ല അതിശക്തമായ മത്സരം നടന്നു എന്നുള്ളതാണ്. ഇതിൽ തൃശ്ശൂരിൽ ത്രികോണ മത്സരം നടന്നു എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൽ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശ് പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതി മണ്ഡലത്തിലെ പ്രവർത്തകർ തന്നെ KPCC നേതൃത്വത്തെ അറിയിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ VS ജോയിയെ പോലെ ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു നേതാവ് എത്തുമ്പോൾ അവിടെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള ആശങ്കയുമുണ്ട്. എന്തായാലും ആറ്റിങ്ങൽ ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലത്തൂരിൽ ഈ പറഞ്ഞ പോലെ ജനകീയനായ ഒരു മന്ത്രി രമ്യ ഹരിദാസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നുള്ള എതിർപ്പുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അവിടെയും ചിലപ്പോൾ അടിതെറ്റാനുള്ള സാധ്യതയുണ്ട്. മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ പിന്നീട് സ്ഥാനാർത്ഥിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ 10 വർഷം മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, അതിന്റെയൊക്കെ ഒരു എതിർപ്പ് ജനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത, ഒരു മടുപ്പുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ
ഈ 3 മണ്ഡലങ്ങളെയാണ് ഇപ്പോൾ ചോദ്യചിഹ്നത്തിൽ നിർത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും കരുതുന്നത് നിലവിൽ UDF-ന് ജയിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല 20 സീറ്റിലും എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അടിയൊഴുക്കുകൾ ശക്തമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പെർഫോമൻസ്, അത് വ്യക്തിപരമായി തന്നെ പറയുകയാണ്, സ്ഥാനാർത്ഥികളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ ഈ 3 സീറ്റുകൾ നഷ്ടപ്പെടാമെന്നുള്ളതാണ് KPCC-യുടെയും UDF-ന്റെയും വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ 17-3 എന്ന ടാലിയിലേക്ക് വരും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു സീറ്റെങ്കിലും ഇടതുമുന്നണി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയായിരിക്കും. 20-20 പിടിച്ചാൽ UDF തന്നെയാണ് താരം എന്ന് നമുക്ക് പറയേണ്ടി വരും. VD സതീശനും K സുധാകരനും ചിരിക്കാം. അതല്ല, ഒന്നിൽ കൂടുതൽ സീറ്റുകൾ LDF പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് അത് വീണ്ടും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അപ്പോഴും LDF-നെ പൂർണ്ണമായിട്ടും ആശ്വസിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 സീറ്റുകളിലെങ്കിലും LDF വിജയക്കൊടി പാറിച്ചിരിക്കണം. ദേശീയ പാർട്ടി സ്റ്റാറ്റസ് അടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതും ശ്രദ്ധേയമാണ്.